ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ഓം. ശ്രീമദ് വാൽമീകി രാമായണം കഥ മാത്രം പറഞ്ഞു വരുന്നു. രണ്ടാമത്തെ ഖണ്ഡമായിട്ടുള്ള അയോധ്യാഖണ്ഡത്തിൽ 4 സർഗം പറഞ്ഞു. 4-ാമത്തെ ഭാഗം പറഞ്ഞു വച്ചു. ഇനി 5-ാമത്തെ സർഗത്തെ തൊട്ട് പറയണം. ഓം. ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഈശനാത്മാ വിളങ്ങുന്നു നിത്യം ബ്രഹ്മാണ്ടമേതിലും. എല്ലാം ഞാൻ തന്നെ ഇപ്പാരിൽ നാശമില്ലാത്തതായി സദാ. ശ്രീ വാൽമീകി രാമായണത്തിലെ ശ്രീരാമനെ അഭിഷേകം ചെയ്യണം എന്ന് നിശ്ചയിച്ചതായിട്ടുള്ള ഒരു സന്ദർഭം ആണ് നമ്മൾ പാരായണം ചെയ്തു വെച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും അനുവാദം, ശ്രീരാമൻ്റെ അനുവാദം, ഇത് വസിഷ്ഠാദികൾക്കും കൂടി ലഭിക്കുക എന്നതുവരെയൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. നാളെയാണ് അഭിഷേകം. അതിന് രാജാവ് രാമന് എന്തൊക്കെയാണോ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അത് മുഴുവൻ വസിഷ്ഠനെ കൊണ്ട് പറയിച്ചു. വസിഷ്ഠൻ പറയാണ്, രാമ ഉപവാസം വേണം. അതേപോലെ പട്ടാഭിഷേകത്തിന് മുന്നേ ആയിട്ട് ഈശ്വര പൂജാധികാര്യങ്ങൾ, പിന്നെ പഞ്ചയജ്ഞാദികൾ ചെയ്തുകൊണ്ട് പഞ്ചരണങ്ങളെ തീർക്കണം, ഇങ്ങനെയൊക്കെ. അപ്പോൾ അത് ദശരഥൻ വസിഷ്ഠനോട് പറയുകയാണ്, തപോധനനായിട്ടുള്ള അങ്ങ് ശ്രേയസ്സും രാജ്യലാഭവും ഉണ്ടാവാനായിക്കൊണ്ട് രാമനെ കൊണ്ടും സീതയെ കൊണ്ടും ഉപവാസം തൊട്ടുള്ള ഓരോന്നും ആചാര അനുഷ്ഠാനങ്ങൾ അതെങ്ങനെയാണോ ഈ ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സൂര്യവംശ രാജാക്കന്മാരെ അനുവർത്തിച്ച് വരുന്നതായിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിനനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ അങ്ങ് തന്നെ ചെയ്യിക്കണേ. വേദത്തെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഗുരു അത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ്. ആ ബൃഹസ്പതിയാണ് ഈ വസിഷ്ഠൻ. അപ്പോൾ അങ്ങല്ലാതെ കണ്ട് ഈ കാര്യം ചെയ്യാൻ വേറൊരാളില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ദശരഥ മഹാരാജാവിൻ്റെ സുഹൃത്ത് കൂടിയാണ് ഈ വസിഷ്ഠൻ. അപ്പോൾ കശ്യപനും വസിഷ്ഠനും സഹോദരന്മാരാണ് ഒരു നിലയ്ക്ക് പറയുമ്പോൾ. മരീചിയുടെ പുത്രനാണ് കശ്യപൻ. അപ്പോൾ അവിടെ സഹോദരൻ്റെ ഏട്ടൻ്റെ മകനാണ്, അപ്പോൾ പുത്രനാണ്. അങ്ങനെ പല വ്യത്യാസങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. ഏതായാലും ഇവിടെ നമുക്ക് രാജാവും രാജഗുരു ആണ്. അത് സന്തോഷത്തോട് കൂടിയിട്ട് ഏറ്റു. എന്നിട്ട് രാമൻ്റെ അടുത്തേക്ക് പോയി വസിഷ്ഠൻ. അവിടെ ചെന്ന് ഈ ആചാരം അനുഷ്ഠാനം, അതിൻ്റെ വിധികൾ, അതേപോലെ മന്ത്രവും മന്ത്രത്തിൻ്റെ അർത്ഥവും അത് പ്രയോഗിച്ചാലുള്ള ഗുണവും, അത് എപ്രകാരത്തിലാണ് ലോകഹിതമാകുന്നത് ദേവഹിതമാകുന്നത് എന്നൊക്കെ അറിയുന്ന ആ തപസ്വി രഥത്തിൽ കയറിയിട്ട് രാമൻ്റെ സാകേതത്തിലേക്ക് എത്തി. അവിടെ രാമൻ്റെ സാകേതത്തിൻ്റെ പ്രത്യേകത 3 മതിൽക്കെട്ടുകൾ അത് കടന്നിട്ട് വേണം. മറ്റത് 7 മതിൽക്കെട്ടൊക്കെ ഉണ്ട്, ഇതിന് 3 മതിൽക്കെട്ടാണ്. അങ്ങനെ അകത്തേക്ക് കടന്നു. വെൺമേഘം പോലെ ശോഭിക്കുന്നതായിട്ടുള്ള രാമൻ്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ വെളുത്ത നിറമാണ് കൊട്ടാരത്തിന്. അതേപോലെ രാമനോട് പറഞ്ഞു, ഉപവാസ കാര്യാദികളെല്ലാം മണ്ണിൽ കിടക്കുക, അങ്ങനല്ലേ. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. മഹർഷി വരുന്നത് കണ്ടപ്പോൾ രാമൻ വളരെ വേഗത്തിൽ തന്നെ എഴുന്നേറ്റു. വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് ആദരവോട് കൂടിയിട്ട് മുനിയെ സ്വീകരിക്കുക, രാജഗുരുവിനെ സ്വീകരിക്കുക, ബ്രാഹ്മണനെ സ്വീകരിക്കുക, പല അർത്ഥങ്ങളുണ്ട് അതിൽ. അപ്പോൾ ആ രീതിയിൽ സ്വീകരിക്കുകയാണ്. രഥത്തിനടുത്ത് എത്തിയിട്ട് കൈ പിടിച്ച് രഥത്തിൽ നിന്ന് ഇറക്കിയിട്ട് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ നിയമമാണ്. അങ്ങനെ ഭക്തി ആദരവോട് കൂടിയിട്ട് ഈ
സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ വസിഷ്ഠനും അതേപോലെ തന്നെ രാമനോട് വല്ലാത്ത ഒരു പുത്രസ്നേഹം പോലെ, അതേപോലെ എല്ലാവിധ ഉപചാരങ്ങളെയും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സന്തുഷ്ടരാക്കിയിട്ട് പറഞ്ഞു. വസിഷ്ഠൻ പറയുകയാണ്, രാമ, അങ്ങ് രാജ്യാധിപത്യം ഏറ്റെടുക്കുന്നു എന്നുള്ളത് പിതാവ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എന്നോട് പറഞ്ഞത്. എനിക്കും അത് സന്തോഷമാണ്. അതേപോലെ സീതയോട് കൂടിയിട്ട് ഇന്ന് മുതൽ എന്ന് വെച്ചാൽ ഇപ്പം മുതൽ ഉപവാസം അനുഷ്ഠിക്കണം. അപ്പോൾ രാവിലെ ആയിട്ടുള്ളൂ. പണ്ട് നഹുഷൻ യയാതിയെ എന്ന പോലെ നാളെ പ്രഭാതത്തിൽ പിതാവായിട്ട് ദശരഥൻ അങ്ങയെ യുവരാജാവായിട്ട് അഭിഷിക്തനാക്കും. അപ്പോൾ യയാതിയുടെ പുത്രനാണ് ഈ നഹുഷൻ്റെ പുത്രനാണ് യയാതി. അപ്പം അതേപോലെ രാജാവാക്കും. അവിടെ നഹുഷൻ പിന്നീട് മറ്റേ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ രാജാവാൻ അങ്ങനെയാണ്. ഇന്ദ്രപട്ടം കിട്ടിയിട്ട് പോവുകയാണ് ആ സമയത്താണ്. രാമൻ യഥാവിധി ഗുരു പറഞ്ഞ കൂട്ടത്തിൽ സീതയോട് കൂടിയിട്ട് മന്ത്രജപം തൊട്ടുള്ള ഓരോന്നും ചെയ്തുകൊണ്ട്, അനുഷ്ഠാനത്തെ ചെയ്തുകൊണ്ട് ഉപവസിച്ചു. ഗുരുവിനെ പൂജിച്ചു. മറ്റ് രാമനെ അഭിനന്ദിച്ചുകൊണ്ട് മറ്റ് മഹർഷിമാരൻ അതേപോലെ വസിഷ്ഠനുമൊക്കെ തിരിച്ച് രാമഗൃഹത്തിൽ നിന്ന് ദശരഥ രാജാവിൻ്റെ അവിടത്തേക്ക് എത്തി. അങ്ങനെ പ്രിയഭാഷികളായിട്ടുള്ള കൂട്ടുകാരോട് കൂടിയിട്ട് കുറേ നേരം ഈശ്വര വിചാരാദി കാര്യങ്ങളെല്ലാം സംഭാഷണം ചെയ്തുകൊണ്ട് അങ്ങനെ അവരെയും യാത്രയാക്കി. രാമൻ ഉള്ളിലേക്ക് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് പോയി. അതേപോലെ സന്തോഷിക്കുന്നതായിട്ടുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, അതേപോലെ പക്ഷിമൃഗാദികൾ, മത്സ്യാദികൾ, ഇങ്ങനെ സരസ്സുകൾ ഒക്കെ വളരെയധികം എന്ന് വെച്ചാൽ ആ അന്തരീക്ഷവും അതേപോലെ അവിടെയുള്ള എല്ലാവരും ജീവജാലങ്ങളും മർത്യരും ദേവസമൂഹവും എല്ലാവരും ഒരേപോലെ സന്തോഷിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ്റെ കൊട്ടാരത്തിൽ ഇറങ്ങിയ വസിഷ്ഠൻ വഴിയിലൊക്കെ ആൾക്കൂട്ടം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ചുറ്റുമുള്ള രാജമാർഗങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് തിക്കി തിരക്കുകയാണ്. എന്താ ഇങ്ങനെ തിക്കി തിരക്കണ എന്ന് ചോദിച്ചു. അപ്പോൾ ജനങ്ങളൊക്കെ തിരമാല പോലെ ഒന്നിച്ച് വരികയാണ്. ഒരു സുനാമി ഉണ്ടായാൽ എങ്ങനെയാ കരയിലേക്ക് തിര കയറുക എന്ന കൂട്ടത്തിൽ കടൽ കയറി വന്നതാണോ എന്ന് തോന്നുന്നു ആൾക്കാരുടെ ആ ഒരു ബാഹുല്യം കണ്ടപ്പോൾ. എന്നാൽ മാത്രമല്ല എല്ലാവരും അത്യുത്സാഹത്തോടു കൂടിയിട്ട് ഈ രാജമാർഗം, രാജവീഥി അത് അടിച്ച് വൃത്തിയാക്കി ചാണകമൊക്കെ തെളിച്ച് വളരെയധികം എത്രത്തോളം ശുദ്ധമാക്കാൻ പറ്റും, എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാണ്. അങ്ങനെ എല്ലാ വാസഗൃഹങ്ങളും അലങ്കരിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഗൃഹങ്ങളിലൊക്കെ കൊടിക്കൂറകൾ ഇങ്ങനെ പാറി നിൽക്കണു. ഉയർത്തി നാട്ടിയതായിട്ടുള്ള കൊടികളാണ് എല്ലാം. അതേപോലെ സ്ത്രീകളെ, കുട്ടികളെ ഇവരൊക്കെ ഈ രാമാഭിഷേകം കാണാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ട് ഉറക്കം കൂടിയും കളഞ്ഞിട്ട് സൂര്യോദയത്തെ കാത്തിരിക്കണു. പ്രജകൾക്ക് പ്രത്യേകമായിട്ട് ധരിക്കാനുള്ള വസ്ത്രം, പണ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും കൊടുത്തതുകൊണ്ടാവാം, സ്വയം ഉണ്ടാക്കിയതാവാം, രാജാവിൽ നിന്ന് സ്വീകരിച്ചതാവാം, ഇങ്ങനെ പലതും. എല്ലാവർക്കും വലിയ സന്തോഷം. അയോധ്യ നഗരം മൊത്തം ഒരു ഉത്സവം, അത് കാണാൻ വേണ്ടിയിട്ട് ഉത്സാഹവും രണ്ടും കൂടിയിട്ടുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ജനങ്ങൾ തിക്കി തിരക്കി അവിടെ രാജമാർഗത്തിൽ ആൾത്തിരക്ക് കണ്ടു. അപ്പോൾ രഥത്തിന് പോകാനുള്ള സ്ഥലമില്ല. അപ്പോൾ കിങ്കരന്മാരുണ്ട്. അവർ വഴി ഒരുക്കിക്കൊണ്ട് ജനങ്ങളെ മാറ്റിക്കൊണ്ട് ക്രമേണയായിട്ട് ഈ വസിഷ്ഠൻ രാജകൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. അങ്ങനെ ബൃഹസ്പതി ഇന്ദ്രനോട് കൂടിയിട്ട് ഇരിക്കുന്ന പോലെ ആ രാജസഭയിൽ ദശരഥനും ഈ വസിഷ്ഠനും ഇരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഇന്ദ്രസഭ പോലെ തന്നെ തോന്നി എന്നാണ്. അതേപോലെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. രാജാവും അങ്ങനെ തന്നെ ഓരോരുത്തരോടും ചോദിച്ചു, പലതും ചോദിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന സഭാവാസികൾ ഈ രാജാവ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. വസിഷ്ഠനെയും രാജാവിനെയും ഒരേപോലെ വന്ദിച്ചു. പിന്നെ ഗുരു അവിടെ നിന്ന് യാത്രയായി. സദസ്സരെ പോകാൻ അനുവദിച്ച രാജാവും അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയലൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സിംഹം ഗിരിഗുഹയിലേക്ക് എന്ന പോലെ ഈ രാജാവ്
കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. രാജ്യസഭയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക്, അന്തപുരത്തിലേക്ക് പോയി എന്ന് സാരം. അവിടെയാണല്ലോ പത്നിമാരൊക്കെ ഉള്ളത്. അങ്ങനെ വസ്ത്രാഭരണാദികളെല്ലാം അണിഞ്ഞ് ശോഭിക്കുന്നതായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള അവിടെ ഈ മഹേന്ദ്ര ഭവനത്തിൽ വെച്ചാൽ ഇന്ദ്രൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെയാണോ ഈ അപ്സര സ്ത്രീകളൊക്കെ ഉള്ളത്, അതേപോലെ എല്ലാവരും ഈ രാജഗൃഹത്തെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ സന്തോഷിപ്പിച്ചു. അതേപോലെ തന്നെ അലങ്കൃതം ആയതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നക്ഷത്ര ശോഭയോട് കൂടിയിട്ട് വന്നു എന്നാ. ചന്ദ്രൻ ആകാശത്ത് നക്ഷത്രങ്ങൾക്കിടയിൽ നിൽക്കണ പോലെയായി ഈ രാജാവ് അപ്സര സ്ത്രീകളുടെയും അല്ലെങ്കിൽ അന്തപുരവാസികളുടെയും കുട്ടികളൊക്കെ ഉണ്ടാവും, എല്ലാവരും കൂടിയിട്ട് നിൽക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞ് 5-ാമത്തെ സർഗം അവിടെ അവസാനിപ്പിച്ചു. ഇനി 6-ാമത്തെ സർഗത്തിൽ ഈ വസിഷ്ഠൻ പോയതിന് ശേഷം രാമൻ കുളിച്ച് സീതയോട് കൂടിയിട്ട്, അതിസുന്ദരിയായിട്ടുള്ള സീതയോട് കൂടിയിട്ട് ഏകാഗ്ര മാനസനായിട്ട് ശ്രീ വിഷ്ണുവിനെ പൂജിക്കുക, ധ്യാനിക്കുക, തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതേപോലെ ഈ ഹോമത്തിൻ്റെ ചില കാര്യങ്ങൾ, ഹവിസിൻ്റെ പാത്രം ശിരസിൽ വെച്ചുകൊണ്ട്, അതേപോലെ വളരെ ഉത്സുകനായിട്ട് നോക്കിക്കൊണ്ട്, നെയ്യ് വിധിപ്രകാരം ഹോമിച്ചുകൊണ്ട്, അതേപോലെ സീതാരാമന്മാർ ഈ ഹവിസിൻ്റെ ബാക്കി, അതായത് സമ്പാദം എന്ന് പറയും, അത് ആഹരിച്ച് എത്രത്തോളം ശുദ്ധിയോട് കൂടിയിട്ടാണ് ശ്രീനാരായണനെ ഈ പൂജ ധ്യാനാദി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള താൻ തന്നെ ധ്യാനിക്കുക എന്ന രീതിയിൽ ഹോമാചാരാദി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അന്നത്തെ ദിവസത്തെ കഴിഞ്ഞതിന് ശേഷം ദർഭയിൽ ഇരിക്കുക, കിടക്കുക, ഒക്കെ അങ്ങനെ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ രാത്രി വരെ കഴിച്ചു കൂട്ടി രാത്രി കിടന്നു. അതിനുശേഷം 1 യാമം ഇങ്ങനെ കഴിഞ്ഞ് 2 യാമം ഉറങ്ങി. പിന്നെ 3 യാമം കഴിഞ്ഞപ്പോൾ 4-ാമത്തെ യാമത്തിൽ എഴുന്നേറ്റു. അപ്പോൾ അഭിഷേകം ചെയ്യുന്ന ദിവസത്തെ രാവിലത്തെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. രാവിലെ 3-ാമത്തെ യാമം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് 4-ാമത്തെ യാമം തുടങ്ങി. എങ്ങനെയൊക്കെയാണോ ആ സ്നാനാദി കാര്യങ്ങൾ, മറ്റ് ധ്യാനാദി കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യേണ്ടതുണ്ട്. കുളിക്കണതിൻ്റെ മുന്നേയും കുളിക്കണതിന് ശേഷമൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാനുള്ള ഉത്സാഹം. അതേപോലെ വീണ്ടും അലങ്കരിക്കുക, അടിച്ചൂരുക, തുളിക്കുക, എന്തൊക്കെയാണെന്ന് വെച്ചാൽ പൂക്കൾ മാറ്റുക, മാല മാറ്റുക, അങ്ങനല്ലേ, ഇതെല്ലാം വേണ്ട രീതിയിൽ ചെയ്തു. അപ്പോഴേക്കും സൂതമാഗത വന്തികളൊക്കെ വന്നു. അവരുടെ സ്തുതിഗീതങ്ങളൊക്കെ കേട്ടു. സൂതന്മാർ ഈ പുരാണത്തെ പറഞ്ഞു. അതേപോലെ മാഗധികളെ പാരമ്പര്യത്തെ, കുലത്തിൻ്റെ പാരമ്പര്യത്തെയൊക്കെ പറഞ്ഞു. വന്തികൾ നേരിട്ട് രാമൻ്റെ ഗുണഗണങ്ങളെ, ദശരഥൻ്റെ ഗുണഗണങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സ്തുതിച്ചു. അതേപോലെ അതൊക്കെ കേട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുക. എപ്പോഴും അതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഉപവാസം ചെയ്യുമ്പോഴും ശരീരത്തിന് പീഡയാണല്ലോ. അതേപോലെ നിയമങ്ങൾ അനവധിയുണ്ട്, ആചാരാനുഷ്ഠാനങ്ങൾ. അതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം ഉണ്ടാവാൻ കുറച്ച് പ്രയാസമാണ്. കാരണം വേണ്ടതൊന്നും വേണ്ട രീതിയിൽ നടക്കില്ല. പക്ഷെ അതൊക്കെ ആ രീതിയിൽ തന്നെ സ്വീകരിക്കുമ്പോൾ അതൊക്കെ വേണ്ട രീതിയിൽ നടക്കുകയും ചെയ്യും. നമുക്കേ നടക്കാത്തുള്ളൂ, അവർക്ക് നടക്കും. അതാണ്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഈ കൗശേയപ്പട്ട്, വെൺപട്ടാണ്, വെളുത്ത പട്ട് ഈ ധരിച്ചുകൊണ്ട്, അതേപോലെ സ്തോത്രാദികളെ ജപിച്ചുകൊണ്ട് ബ്രാഹ്മണർ ധാരാളമായിട്ട് ശ്രീരാമനെ അനുഗമിച്ചു. സ്വസ്തിവാദികമൊക്കെ ധാരാളമായിട്ട് ചൊല്ലി. അതേപോലെ പുണ്യാഹം ശുദ്ധീകരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. പിന്നെ വാദ്യഘോഷത്തോടു കൂടിയിട്ട് ഈ അയോധ്യ മുഴുവൻ മുഴങ്ങുന്ന രീതിയിൽ ആ വേദസൂക്താദികളെല്ലാം ജപിച്ചു. സീതയോട് കൂടിയിട്ട് രാമൻ ഉപവാസമൊക്കെ ചെയ്ത് ഈ അയോധ്യയിലുള്ള എല്ലാവരെയും കണ്ട് സാന്നിധ്യം, ബാഹുല്യം, ജനങ്ങളുടെ ബാഹുല്യം കണ്ടപ്പോൾ പ്രത്യേകമായിട്ടുള്ള സന്തോഷം രാമന് കിട്ടി. അതേപോലെ രാമൻ്റെ ഈ അഭിഷേക വാർത്ത അറിഞ്ഞ് പലരും നേരം വെളിച്ചാവണല്ലോ വിചാരിച്ച് കാത്തിരുന്നിട്ടാണല്ലോ ഇരിക്കുന്നത്. അവരൊക്കെ എല്ലാവരും ഈ സമയത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആകാശത്തിൽ വെളുത്ത മേഘങ്ങൾ നിറഞ്ഞ പോലെ തന്നെ അലങ്കാരങ്ങളൊക്കെ ആ രീതിയിൽ ശുഭ്രം എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഒരു സാത്വിക ഭാവമാണ് എല്ലാ ദിക്കിലും. പൗരരും അവരുടെ വസ്ത്രങ്ങൾ അങ്ങനെയാണ്, ബ്രാഹ്മണരുടെ വസ്ത്രം അങ്ങനെയാണ്, ഇങ്ങനെ ഒക്കെ നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് രാമൻ്റെ കൊട്ടാരം, സാകേതം അങ്ങനെയാണ്. അങ്ങനെ അതേപോലെ കൊട്ടയെന്ന് പറയുകയാണ്, ഉയർന്ന കൊത്തളങ്ങളൊക്കെ, അതേപോലെ മറ്റ് പലതും ഈ കച്ചവട സാമഗ്രികളുണ്ട് പലതും. ആവശ്യക്കാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ജനങ്ങളത് വ്യാപാരികളെ, വൈശ്യന്മാർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാ വീടുകളിലും സഭാമണ്ഡലങ്ങൾ, അതൊക്കെ വളരെയധികം അലങ്കരിച്ചിട്ടുണ്ട്. അതിങ്ങനെ
ഈ പൂപ്പന്തലോട് കൂടിയിട്ട് ഉയർന്നു നിൽക്കണു. അതേപോലെ വൃക്ഷങ്ങളിൽ പിന്നെ കൊടിക്കൂറകളിൽ അതൊക്കെ അലങ്കാരം പ്രത്യേകം, പുതിയ കൊടി അങ്ങനെയല്ലേ, മാലക്കെട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അതേപോലെ നർത്തനം ചെയ്യുന്നവരെ, പാട്ടുകാരെ, കൊട്ടുകാരെ, ഇവരെല്ലാവരും വാദ്യഘോഷ സംഗീത നൃത്താദികളെല്ലാം ചെയ്തുകൊണ്ട് മനസ്സിനും കണ്ണിനും ചെവിക്കും പഞ്ചേന്ദ്രിയങ്ങളും കുറച്ച് എന്താണ് പറയുക, വിജൃംഭണം ചെയ്യാം എന്ന് പറയും. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. തമ്മിൽ എല്ലാവരും ഈ രാമൻ്റെ അഭിഷേക വാർത്ത അല്ലാതെ വേറൊന്നും പറയണില്ല. അത് കഴിഞ്ഞാലുണ്ടാകുന്ന രാമരാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് പലരും അഭിഷേക കർമ്മം ചെയ്യാറായി. അപ്പോൾ അതിൻ്റെ ഒരു തിടുക്കമുണ്ടല്ലോ ഓരോരുത്തർക്കും. അപ്പോൾ അതിൻ്റെ ഒരു സുഖത്തെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുഖത്തെ ഇങ്ങനെ കിട്ടാൻ വൈകി ഇങ്ങനെയല്ലേ, അങ്ങനെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഗൃഹങ്ങളിൽ, അതേപോലെ ഈ പെരുവഴികളിൽ, നാലും കൂടി വഴി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വിഷയം മാത്രമാണ് സംഭാഷണം. അങ്ങനെ പ്രത്യേകമായിട്ട് കൂട്ടം ചേർന്നുകൊണ്ട് കുട്ടികൾ, അതേപോലെ അവരെ മുറ്റത്ത് കളിക്കുന്നതായിട്ടുള്ള രീതികളിലും അവിടെയും ഇതേപോലെ പൂക്കളം ഇടുക. ഓണക്കാലത്താണല്ലോ നമ്മൾ പൂക്കളം ഇടുക. ഇതങ്ങനെയല്ല, കുട്ടികൾ ഈ പൂക്കളം ഇടുക മുറ്റത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അതുപോലെ വഴിയിൽ മറ്റേ പൂക്കളിടുക, അതേപോലെ തന്നെ ഈ ധൂപം പുകയ്ക്കുക. അപ്പോൾ അത് സുഗന്ധ ദ്രവ്യങ്ങൾ പുകയ്ക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള പല ഗുണങ്ങളുണ്ട്. പ്രാണിവർഗ്ഗങ്ങളൊന്നും അവിടേക്ക് വരില്ല. ഇങ്ങനെ അതുപോലെ പൂക്കളുടെ സുഗന്ധം, ഈ പുകയുടെ സുഗന്ധം, പിന്നെ അഭിഷേക സന്ദർഭത്തിലേക്കായിട്ട് എന്തൊക്കെയാണോ അവിടെ എത്തിക്കേണ്ടത് അതൊക്കെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഈ കാഴ്ചയ്ക്കും മൂക്കിനും അതേപോലെ തന്നെ മനസ്സിനും ചെവിക്കും ഒക്കെ ഇപ്പോൾ അവിടെ സന്തോഷമായി. അതാണ്. അങ്ങനെ എല്ലാവരും ഈ രാമൻ അഭിഷേകം കഴിഞ്ഞ് രാജമാർഗത്തിലൂടെ പോകണ വഴിക്ക്, രാത്രിയാണോ പകലാണോ ഉണ്ടാവുക എന്ന് അറിയില്ലല്ലോ. അപ്പോൾ എത്ര നേരം ഇത് പിടിക്കും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും മറ്റേ ഈ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചില തൂണുകളൊക്കെ നാട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തൂണിലാണ് പിന്നെ ഈ ചെരാതോ എന്താ വെച്ചാൽ അതൊക്കെ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ കാത്തിരിക്കുകയാണ് രാത്രി അയച്ചാൽ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പകലയും വിളക്ക് കൊളുത്താറുണ്ട്. അതെന്താ വെച്ചാൽ ഈ ബഹുമാനപൂർവ്വം, അത്രയേ ഉള്ളൂ. ഇവിടെ കണ്ണു കാണാനല്ല, രണ്ടാണ്. ഇങ്ങനെ ചത്വരങ്ങളിൽ, സഭകളിൽ രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും, അതേപോലെ ഇക്ഷ്വാകു കുലനന്ദനായിട്ടുള്ള മഹാരാജാവ് ദശരഥനെക്കുറിച്ച്, അതേപോലെ ആ പാരമ്പര്യത്തെക്കുറിച്ച് പരസ്പരം പറയുകയാണ്. സൂതമാഗതവന്തികൾ പറയുന്നത് വേറെ, ഇവർ പ്രത്യേകമായിട്ട് പറയുകയാണ്. ഇപ്പോൾ 50,000-60,000 വയസ്സായി. അപ്പോൾ അത്രയും വയസ്സായിട്ടുള്ള ഈ ദശരഥൻ രാമനെ ഇതാ പട്ടാഭിഷേകം ചെയ്യുകയാണ്. നമുക്ക് ഈശ്വര തുല്യനാണ് രാമൻ. അപ്പോൾ അതുകൊണ്ട് ലോകത്തിന് വളരെയധികം ശ്രേയസ് ഉണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ പരസ്പരം പറയാം. ഇതെല്ലാം അറിയുന്നതായിട്ടുള്ള ഈ രാമൻ രാജ്യ പരിപാലകനായിട്ട്, വിഷ്ണു എങ്ങനെയാണോ ലോകത്തെ പാലിക്കുന്നത്, അതേപോലെ രാമൻ ഭരിക്കുമ്പോൾ നമ്മളും അനുഗ്രഹീതരാണ്. ഇങ്ങനെ ഒരു തരത്തിലും ഈ അഹം എന്നുള്ള ഒരു ചീത്ത വിചാരമില്ലാത്ത ഒരു ഭാവത്തിൽ രാജാവിനെ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും വിദ്വാനാണ്, ധർമാത്മാവാണ്, അതേപോലെ സഹോദര സ്നേഹമുള്ള ആളാണ്. അതേപോലെ നമ്മളെയൊക്കെ കുട്ടികളെ മക്കളായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഈ ഒരു പാപവുമില്ലാത്ത ദശരഥ മഹാരാജാവിന് പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ പോകുന്ന പുത്രനാണല്ലോ ഉണ്ടായത്. അപ്പം ഇത് എന്നും നിലനിൽക്കട്ടെ, നമുക്കും ഈ സന്തോഷത്തെ എന്നും നിലനിർത്തുമാറാകട്ടെ. അപ്പം അതിന് ഈശ്വരന്മാരുടെ അനുഗ്രഹമൊക്കെ വേണമല്ലോ, അതൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ അവരുടെ ആശീർവാദങ്ങൾ, അതേപോലെ മറ്റ് നാടുകളിൽ നിന്നും വന്നതായിട്ടുള്ള പലരും, അവരെ സ്വീകരിക്കുന്നതായിട്ടുള്ള ഇവരും, അതേപോലെ അവിടെ എല്ലാവർക്കും ഒരേപോലെ തുല്യാവകാശമുണ്ട്. പുറമേ നിന്ന് വന്നവരാണോ അവിടെ ഉള്ളവരാണോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇത് കാണാനും അനുഭവിക്കാനും അതിൻ്റെ ഈ പങ്കുചേരലിൽ പൂർണ്ണമായിട്ടുള്ള സന്ദർഭം കൊടുക്കണ്ടേ, അതിനുള്ള സ്ഥലം കൊടുക്കണ്ടേ, അതെല്ലാം കൊടുത്തുകൊണ്ട് അപ്പോൾ ഈ ജനങ്ങളുടെ കൂട്ടം ഒരു വിഷമായിട്ട് മാറില്ല ആ രാജവീഥിക്ക്. അതാണ്. അപ്പം ഇങ്ങനെ ജനങ്ങളുടെ ഈ ആരവം, അത് പൗർണമി ദിവസം കടലിൽ നിന്നുണ്ടാകുന്ന എരമ്പം,
ഒരു പ്രത്യേക ശബ്ദമാണ്, ഒരു ഹമ്മിങ്. അതുപോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ ആ സമയത്തുള്ള ഈ ആഘോഷം അത് കാണാനെത്തി എല്ലാ നിൽക്കുന്നും എത്തിയതായിട്ടുള്ള ഈ ജനങ്ങളെ മുഴുവൻ അപ്പോൾ അയോധ്യയെ കാണുമ്പോൾ സ്വർഗത്തിൽ ഇത്ര സുഖമുണ്ട് എന്നുള്ളത് പറയാൻ നിവൃത്തിയില്ല. അതിനേക്കാൾ കൂടുതൽ സുഖം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓരോരുത്തരുടെയും മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവണം. എല്ലാവരുടെ മുഖത്തും ഒരേ വികാര, എല്ലാവരും ഒരേപോലെ സന്തോഷിക്കുന്നു. ഇനി പക്ഷിമൃഗാദികൾ, സസ്യലതാദികൾ, അവരുടെയൊക്കെ പൂക്കളുണ്ട്, നല്ല പൂക്കൾ. അതേപോലെ പഴുത്തു പാകമായിട്ടുള്ള പഴങ്ങൾ ഇങ്ങനെ നിൽക്കണു, മൂത്ത് പൊട്ടിക്കാറായിട്ടുള്ള കായകൾ നിൽക്കണു, ഇങ്ങനെ പലതും. അതേപോലെ തന്നെ ജീവികൾ, മത്സ്യമായാലും വേണ്ടില്ല, ആമയായാലും വേണ്ടില്ല, എന്തൊക്കെയാ ചവക്കാം, പലതും ഉണ്ടല്ലോ മത്സ്യം. അതേപോലെ മറ്റേ ജലത്തിലുള്ള ചെടികൾ, പൂക്കൾ, ജലജീവികളുണ്ട്, ജലസസ്യങ്ങളുണ്ട്, അത് രണ്ടും. അതേപോലെ ശാന്തമായിട്ട് നദി ഒഴുകുക. അപ്പം അങ്ങനെ പലതും യമുനയിൽ അങ്ങനെയാണല്ലോ. ഇങ്ങനെ എല്ലാ കാഴ്ചകളും വളരെ, എത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും സന്തോഷം. ഇപ്പോൾ വാൽമീകി അതിന് ലേശം അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൂർവ്വരംഗത്തെ കുറച്ചധികം എല്ലാവരിലും ഈ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് സന്തോഷത്തെ കൊടുത്തുകൊണ്ടാണ് പൂർവ്വരംഗം പറയണത്. ഇങ്ങനെ 7ാമത്തെ സർഗം കഴിഞ്ഞു. ഇനി 6ാമത്തെ സർഗം കഴിഞ്ഞു. ഇനി 7ാമത്തെ സർഗം പറയുകയാണ്. എവിടെയോ ജനിച്ചതായിട്ടുള്ള ഈ ജ്ഞാതിദാസികളുമായിട്ട് എപ്പോഴും ഈ കൈകേയിയുടെ കൂടെ വസിക്കുന്നതായിട്ടുള്ള മന്ധര. അപ്പോൾ മന്ധര ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേകയത്തിലല്ല എന്ന് പറയുകയാണ്. ആ മന്ധര വളരെ യാദൃശികമായിട്ട് മട്ടുപ്പാവിൽ കയറി. കൈകേയിയുടെ കൊട്ടാരം അത് പ്രത്യേകമാണ്. അതിന് പ്രത്യേകം ഉയരടക്കം കൂടുതലുണ്ടോ സംശയമുണ്ട്. അത് രാജാവിൻ്റെ 3ാമത്തെ പത്നിയാണ്. സന്താനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെ എത്രത്തോളം സന്തോഷിപ്പിക്കണോ അത്രയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ വശ്യത, അതുപോലെ ആകർഷണീയത, പിന്നെ കുറച്ചും കൂടി അധികം വലിപ്പം എന്തൊക്കെയാ വേണ്ട വെച്ചാൽ അതൊക്കെ. അപ്പോൾ രത്നങ്ങളൊക്കെ പതിച്ച് അങ്ങനെയൊക്കെയാണ്, ഉയരം കൂട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആ കൊട്ടാരത്തിൻ്റെ മുകളിലാണ് ഈ കൈകേയിയുടെ ദാസിയായിട്ടുള്ള മന്ധര മുകളിൽ കയറിയത്. അപ്പോൾ മുകളിൽ കയറി ചെന്നപ്പോൾ ഈ ദേവന്മാരെ കൈകേയിയുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അയച്ച ഒരു ജ്ഞാതിദാസി ആണോ എന്ന് തോന്നും ഈ ദാസിയെ കാണുമ്പോൾ, ആ മനസ്സ് കാണുമ്പോൾ, അവരുടെ ആ പ്രവൃത്തികളുടെ ഈ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയില്ലേ, അത് കാണുമ്പോൾ. ഇങ്ങനെ കൈകേയിയുടെ കൂടെ ഉള്ള എല്ലാവരും ഒരേപോലെ ഈ അയോധ്യക്കാരല്ല, അതേപോലെ കേകയ നിവാസികളല്ല എന്നെല്ലാം അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ ദേവദാസികൾ കൂടെ വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുകയാണ് കേട്ടോ, സ്വതയില്ല. അവരിലേക്ക് ഈ ദേവചൈതന്യത്തെ പ്രവേശിപ്പിച്ചു. അതാണ് സരസ്വതി ചെയ്തത്. ഇവരിലൂടെ ഈ പുറത്തേക്ക് വരണം, ഈ അഭിപ്രായത്തെ പുറത്തേക്ക് വരണം, ഈ വാക്ക് അഭിഷേകം വിൽക്കണം, ഇല്ലെങ്കിൽ രാവണവധം നടക്കില്ല. വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കാപട്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ മന്ധര എന്നുള്ള പേര് തന്നെ അത് കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവിടെ ആ സ്ത്രീയുടെ ഒരു മനോഭാവത്തെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം ഈ രാജവീഥികളൊക്കെ ഇങ്ങനെ തളിച്ച് അതിങ്ങനെ കാണുകയാണ്. മന്ധര കാണുന്നതായിട്ടുള്ള രംഗമാണ്. അതിമനോഹരമായിട്ടുള്ള കൊടിക്കൂറകൾ, അതേപോലെ ചന്ദനം തളിച്ചതായിട്ടുള്ള വീഥികൾ, അതേപോലെ ഈ തോരണങ്ങളൊക്കെ സുഗന്ധപൂരിതാണ്. പൂക്കളുണ്ട്, കുരുത്തോലുണ്ട്, കണ്ണിക്കണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ഇഷ്ടം. ഇപ്പോൾ കൈകൈ മാലകൾ, പിന്നെ കുഴക്കട്ട തുടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ, അതേപോലെ ബ്രാഹ്മണർ വളരെയധികം ഉത്സാഹത്തോടു കൂടിയിട്ട്. ഇപ്പോൾ ഈ ബ്രാഹ്മണർ ഒരുമിച്ച് വേദം ചെല്ലുമ്പോൾ ഇരുന്നിട്ടൊക്കെയാണ് ചൊല്ലണെച്ചാൽ ഒരേ സ്വരത്തിലൊക്കെ വരും. നടന്നിട്ട് ചെല്ലുമ്പോൾ കുറേ ചിലവർക്ക് ക്ഷീണം ഉണ്ടാവും, അപ്പോൾ ലേശം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു കോലാഹലമായിട്ട് മാറിയതാണ്. ഇരുന്ന് ചെല്ലുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരുമിച്ച് ചെല്ലുമ്പോൾ ഒരേ സ്വരത്തിൽ ഒരേപോലെ കിട്ടും. നടന്നിങ്ങനെ ചെല്ലുമ്പോൾ ചിലവർക്ക് ശരീരം പ്രായം കൂടുതലുണ്ടാകുകൊണ്ട് ക്ഷീണം ഉണ്ടാവും. കുട്ടികളാകുമ്പോൾ ആ ചെറിയ കളി അങ്ങനെയുള്ളതാണല്ലോ, അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്യും. അപ്പോൾ അതൊരു കോലാഹലമായി നടക്കാൻ എല്ലാവരും ഉത്സാഹത്തോട് കൂടിയിട്ട് ആർക്കും തടുക്കാൻ നിവർത്തിയില്ല. എല്ലാവർക്കും ഇത് അറിയുകയും ചെയ്യാം. അപ്പോൾ സ്ഥിരം ചെല്ലുന്നതാവും ഈ ശ്രീ സൂക്തം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം ചെല്ലുന്നതാവും. അപ്പോൾ അതൊക്കെ ചെല്ലുമ്പോൾ കുറച്ചൊരു കോലാഹലമായോ സംശയം ഇങ്ങനെയാണ്. അതേപോലെ സൈന്യങ്ങൾ, ആന, കുതിര, പിന്നെ അതേപോലെ തന്നെ
കാള പശു തുടങ്ങിയത്. അതും ഇതേപോലെ തന്നെ സന്തോഷം. അപ്പോൾ ഒരു ചില നാട്യങ്ങളൊക്കെ വ്യത്യാസമാണ്. വാലുകൊണ്ടും കാലുകൊണ്ടും മറ്റേ മുഖം കൊണ്ടും ഒക്കെ ചെയ്യുന്നത് പലതും, കൊമ്പുകൊണ്ടൊക്കെ ചെയ്യും പലതും. അപ്പോൾ അതൊക്കെ പ്രത്യേകമാണ്. അതൊക്കെ കണ്ടു. അതൊക്കെ സന്തോഷത്തിൻ്റെ ഭാവമാണ്. ഇതെന്താ അത് ഇങ്ങനെയൊക്കെ. അതേപോലെ തന്നെ ഈ ഇത്രയും കൂടുതൽ ജനങ്ങളെ സന്തോഷിച്ചിട്ട് മന്ദര കണ്ടിട്ടില്ല. ഇപ്പം അതിൻ്റെ കാരണം എന്താ എന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ മറ്റേ തൊട്ടടുത്ത് തന്നെയാണ് വേറെ മറ്റേ ഈ വെള്ളപ്പെടുത്തിട്ടുള്ള ഈ രാമൻ്റെ ഒരു ധാത്രി ഉണ്ട്. രാമനെ എടുത്തു വളർത്തിയ ഒരു ധാത്രി. അപ്പോൾ ആ സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. വളരെ വെളുത്ത വസ്ത്രമാണ് ധരിക്കുക, പക്ഷേ വളരെയധികം ശോഭയുണ്ട്. അന്ന് നോക്കുമ്പോൾ പ്രത്യേകത പലതുമുണ്ട്. ഇതെന്താ അത് ഇങ്ങനെ. എന്തായാലും ആ രാമൻ്റെ ധാത്രിയുടെ അടുത്ത് ചെന്നിട്ട് മന്ദര ചോദിച്ചു, ഈ പണക്കൊതിയുള്ള രാമമാതാവ് ആഹ്ലാദത്തോടു കൂടിയിട്ട് ആളുകൾക്ക് ധാരാളം ദാനം ചെയ്തിട്ടുണ്ടല്ലോ, എന്താ ഇതിൻ്റെ വിശേഷം എന്നാണ് മന്ദരയുടെ വാക്ക്. മന്ദര പറഞ്ഞത് കൗസല്യയ്ക്ക് ധനത്തിനോട് വളരെയധികം കൊതിയുണ്ട് എന്നാണ്. കൗസല്യയ്ക്ക് ഒട്ടുമില്ലാത്ത കാര്യം അതാണ്. അപ്പോൾ മന്ദരയുടെ സ്വഭാവം ആദ്യത്തെ വാക്കിൽ തന്നെ കിട്ടി. ഈ ജനങ്ങളൊക്കെ ഇത്രയേറെ സന്തോഷിക്കാനുള്ള കാരണം എന്താ? ഇത്രയും ധനം ധാരാളമായിട്ട് എല്ലാവർക്കും ദാനം ചെയ്യാൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടോ? ഒരു പ്രത്യേകത വരുന്നുണ്ടോ? സന്തോഷിക്കാൻ എന്താ ചെയ്തെടുക്കണത് രാജാവ്? രാജാവും അതേപോലെ തന്നെ കുറച്ചധികം സന്തോഷിക്കണല്ലോ. എന്തുണ്ടായത്? രാമനും സന്തോഷിക്കേണ്ടത് എന്തുണ്ടായി എന്ന് ചോദിക്കുകയാണ് ധാത്രിയോട്. അപ്പോൾ ധാത്രി വളരെ സന്തോഷത്തിലായിരിക്കണത്. അപ്പോൾ ഈ രാമനെ എപ്രകാരത്തിലാണോ അഭിഷേകം ചെയ്യുന്നത് അതൊക്കെ ആലോചിച്ച് കൊണ്ടാണ് ധാത്രി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറയാണ്, ഈ കുബ്ജയായിട്ടുള്ള മന്ദരയോട് ഈ ധാത്രി ഇങ്ങനെ പറഞ്ഞു എന്നാണ്. നാളെ പൂയന്നാള് പുലർന്ന സമയത്ത് മഹാരാജാവ് നമ്മുടെ ഈ ശാന്തനായിട്ടുള്ള സൗമ്യനായിട്ടുള്ള, ഇനി ഗുണങ്ങൾ എത്രയാ ചോദിച്ചാൽ മനസ്സിലായ എല്ലാ ഗുണങ്ങളുള്ള രാമന് ഈ യുവരാജാവായിട്ട് അധികാരം കൊടുക്കുന്ന അഭിഷേക ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ധാത്രിയുടെ വാക്ക് കേട്ടപ്പോൾ കുബ്ജയ്ക്ക് ഈ വിദ്വേഷം കൊണ്ട് ദേഷ്യമാണോ ഉണ്ടായി, അതോ ഇനി വിദ്വേഷമാണോ ഉണ്ടായത്, അമർഷാണോ ഉണ്ടായത്, കാലുഷ്യാണോ ഉണ്ടായത്, എന്തായാലും നിശ്ചല സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് ഈ കൈലാസ ശിഖരം പോലെയുള്ള ആ മേട മട്ടുപ്പാവ് അവിടെ നിന്ന് എത്ര വേഗം പോകുന്നത് ചോദിച്ചാൽ നിശ്ചയില്ല. കൂനിയാണ്, അപ്പോൾ അത്ര വേഗം നടക്കാൻ പറ്റില്ല. പക്ഷെ അവിടുന്ന് ഈ ഓടിച്ചാടി പോന്നു എന്നാണ്. അപ്പോൾ വേഗം വരും, അങ്ങനെയാണ്. വേഗം കിട്ടും, അതാണ്. അങ്ങനെ കോപം ഉള്ളിനെ കത്തിക്കൊണ്ട് പാപത്തെ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുക, പാപം മാത്രം ചെയ്യുക, അങ്ങനെയുള്ള ആ കുബ്ജ ഈ കൈകേയി വിശ്രമിക്കുന്ന ആ സ്ഥലത്തേക്ക് അടുത്തെത്തി. എന്നിട്ട് ഉറക്കെ കൈകേയി എടുത്ത് വളർത്തിയത് ഈ മന്ദരയാണ്. എന്നിട്ട് വിഡ്ഢി എന്ന് വിളിച്ചുകൊണ്ടാണ് എഴുന്നേൽക്ക്. അത്ര സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ എഴുന്നേൽക്ക്, നിനക്കിത് ആപത്തുണ്ടായിരിക്കണു, കഷ്ടകാലം വന്നിറക്കണു, നീ വല്ലതും അറിഞ്ഞോ, നീ എന്താന്നിട്ട് പിന്നെ കിടക്കണത്? കൈകേയി വല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് സുന്ദരി എന്നാ സംബോധന. രാജാവിന് അനിഷ്ടയായിട്ട് നിനക്ക് രാജാവിൻ്റെ പ്രീതിയെ സമ്പാദിക്കാൻ കഴിഞ്ഞില്ലല്ലോ. മൂന്നാമത്തെ ഭാര്യയാണ്, അതിസുന്ദരിയാണ് അത്ര കൈകേയി. അപ്പോൾ ഈ സൗന്ദര്യം നിനക്ക് ഒരു ഉപകാരം ഇല്ലാണ്ട് പോയിരിക്കണു. വേനൽക്കാലത്ത് മറ്റേ വറ്റുന്ന ഒരു പുഴയുണ്ടല്ലോ, പുഴ വേനൽക്കാലത്ത് വറ്റുന്ന പുഴ ധാരാളമുണ്ട്. എന്ന കൂട്ടത്തിൽ നിന്റെ ഒഴുക്ക് നിലച്ചിരിക്കുന്നു. നിന്റെ ഈ സൗന്ദര്യം മുഴുവനെ വെള്ളമില്ലാഞ്ഞാൽ പിന്നെന്താ ഒഴുക്കാള്. എന്ന കൂട്ടത്തിൽ ഒരു ഉപകാരം ഇല്ലാണ്ട് സന്താനം ഉണ്ടായിട്ടില്ല. അതാ സന്താനം എങ്ങനെയുണ്ടായിട്ടുണ്ട്? അത് ഈ ഹോമ പൂജാദികളെ കൊണ്ട് ഭരതന് സന്താനം കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇവിടെ മന്ദര ഉദ്ദേശിച്ചത് അതല്ല, നിന്റെ മകനെ രാജാവ് ഗൗനിക്കണില്ല എന്നതാണ്. ഇപ്പം തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. ഏതായാലും മൂത്തവനായിട്ടല്ല ജനിച്ചത് ഭരതൻ. അപ്പം അതിലുള്ള ഈ എന്തൊക്കെ തരത്തിലുള്ള ചീത്ത ഭാവം മാത്രമല്ലേ ഉള്ളൂ മന്ദരയ്ക്ക്, അതിനെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ നിന്റെ സൗഭാഗ്യം എന്താ മുഴുവൻ നഷ്ടമായിരിക്കുന്നു. കുബ്ജ ഇങ്ങനെ ചുണ്ടിയെടുത്തുകൊണ്ട് കൈകേയി ഒട്ടും ചിന്തിക്കാത്ത ചില കാര്യങ്ങളെ ഇങ്ങനെ പറയുകയാണ്. ഭാഗ്യം നഷ്ടമായി, സൗന്ദര്യം ഉപയോഗമില്ലാണ്ടായി, ഇങ്ങനെ പലതും പറഞ്ഞല്ലോ. അപ്പോൾ കൈകേയിക്ക് വല്ലാത്തൊരു ദുഃഖം വന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ മന്ദിരം നീ പറയണത്? എല്ലാവർക്കും മറ്റേ സുഖമല്ലേ, എല്ലാം ക്ഷേമല്ലേ, നീ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കണത്? നീ ഇങ്ങനെ ദുഃഖിച്ചാലാണ് ചുണ്ടിയെടുക്കുക. അപ്പോൾ അതെന്താ ഇങ്ങനെ വരാനുള്ള കാരണം? ഇങ്ങനെ മധുരമായിട്ട് കൈകേയി ചോദിച്ചു എന്നാ. സുന്ദരിയാണ്, മധുരമായിട്ടുള്ള വാക്കുകളാണ് പറയുക.
നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ മുഖസൗന്ദര്യമുള്ളവർ സ്വാർത്ഥമതികളാവും. അതായത് ലക്ഷണമാണ്. അപ്പോൾ നല്ല വാക്കുകളെ അവർ പറയുള്ളൂ. കാരണം മറ്റവനെ വശീകരിക്കാനുള്ള ചില തന്ത്രമായിട്ടാണ് വരിക. അപ്പം അതുകൊണ്ട് ഈ കൈകേയിയുടെ വാക്കും അങ്ങനെയായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ മന്ധരയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ അത് നടക്കണമല്ലോ. ആ ഉദ്ദേശം നടത്താൻ വേണ്ടിയിട്ടാണ് സരസ്വതി ഈ ദേവകളെ ഇതിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മന്ധര പറഞ്ഞു, ഈ കൈകേയിയുടെ ഹിതത്തെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കുബ്ജ ഈ കൈകേയിയെ രാമനെതിരാക്കാൻ വേണ്ടിയിട്ട് ചില ദുഃഖത്തെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാണ്? ദേവി, കൈകേയി വിളിക്കുകയാണ്, ദശരഥൻ രാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു. ഇനി നിനക്ക് മോചനമില്ലാത്തതായിട്ടുള്ള ഒരു കാരാഗ്രഹം പോലെ ഉള്ള ഒരു അനുഭവമാണ് വരിക. അതുകൊണ്ട് നിനക്കുണ്ടാവാൻ പോകുന്ന ഈ ആപത്ത്, ആ പേടി കൊണ്ട് എനിക്ക് സഹിക്കാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിരിക്കുന്നത്. നിനക്ക് ഹിതം ഉപദേശിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഈ കഷ്ടകാലം ഇതെങ്ങനെ സംഭവിച്ചു? ഇതിനുള്ള പരിഹാരം എന്താ? എനിക്ക് ദുഃഖം അടക്കാൻ പറ്റുന്നില്ല. നിന്റെ അഭിവൃദ്ധിയാണ് എൻ്റെ ലക്ഷ്യം. അത് അപ്പോഴേ മാത്രമേ എനിക്ക് സുഖം കിട്ടുള്ളൂ. നീ രാജവംശത്തിലാണ് പിറന്നത്. അപ്പോൾ അവിടെ ചെറിയൊരു വിഷയമുണ്ട്. അതായത് കൈകേയി ശരിക്കുള്ള ഈ ക്ഷാത്ര തേജസ്സോട് കൂടി ഉള്ള കുലത്തിൽ ജനിച്ചവളാണ്. കൗസല്യ അങ്ങനെയല്ല എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ കൗസല്യയുടെ പുത്രന് രാജാവാനുള്ള അധികാരമില്ല. കാരണം ക്ഷാത്ര തേജസ് ഇല്ലാത്തത് കൊണ്ട് ആ കുലത്തിൽ നിന്ന് വന്നതായിട്ടുള്ള കൗസല്യക്ക് ഇതിനുള്ള കോസല രാജ്യത്തിന് അതൊക്കെ ഉണ്ട്, അയോധ്യയ്ക്ക് അതൊക്കെ ഉണ്ട്, ദശരഥന് അതൊക്കെ ഉണ്ട്. പക്ഷെ കൗസല്യയിൽ പെട്ടതല്ലാതാ. അങ്ങനെയൊക്കെയുള്ള അത് കണ്ടുപിടിച്ചിട്ടാണ് മന്ധര പറയണത്. അപ്പോൾ ഈ രാജധർമ്മത്തെ കുറിച്ചിട്ട് അവർക്ക് എന്താ അറിയാം? നീ രാജവംശത്തിൽ പിറന്നു, അതേപോലെ ചക്രവർത്തിയുടെ മഹിഷിയാണ്, പട്ടമഹിഷിയാണ്, റാണിയാണ്. രാജധർമ്മങ്ങളുടെ ഗൗരവം അത് നിനക്ക് അറിവുണ്ടല്ലോ, പിന്നെന്താ നീ മറക്കണത്? നിന്റെ ഭർത്താവ് ധർമ്മവാദിയാണ് എന്നാണ് കരുതപ്പെടുന്നത്, അത്രേ ഉള്ളൂ. എന്നാലോ അദ്ദേഹം ഒരു ശാഠ്യക്കാരനാണ്, അത്ര ശരിയല്ല, സ്വാർത്ഥമതിയ എന്ന് സ്വാർത്ഥാരക്കാരുള്ള കൈകേയിക്കുള്ളത്. അപ്പം അത് ഈ കൈകേയിയുടെ മന്ധരയുടെ സ്വാർത്ഥം അത് രാജാവിൽ ആരോപിക്കുകയാണ്. അതേപോലെ നല്ല നല്ല വാക്കുകൾ പറയുകയും ചെയ്യുക, എന്നിട്ട് ചീത്ത കാര്യങ്ങൾ കഠിനമായിട്ട് ചെയ്യുകയും ചെയ്യുക. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ദുഃഖത്തെ ഉണ്ടാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുക, നിന്നെ വഞ്ചിക്കുക. ഇതൊന്നും നീയൊട്ട് അറിയണമില്ല. മധുരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് നിന്നെ പറ്റിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഭർത്താക്കന്മാരെ കൊണ്ടൊരു ഗുണമില്ല. ഇപ്പോൾ കൗസല്യയാണ് ഈ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും രാജാവിൽ നിന്നും സ്വീകരിച്ചത്. അത് നിനക്കാണ് ശരിക്കും കിട്ടേണ്ടത്, നിനക്ക് കിട്ടിയില്ല. അതുകൊണ്ട് വലിയ കഷ്ടമാണ് ഉണ്ടായത്. ആ ദുഷ്ടാത്മാവ് ഭരതനെ ബന്ധുക്കളുടെ അടുത്തേക്ക് വെച്ചാൽ അമ്മാത്തേക്ക് പറഞ്ഞയച്ചല്ലോ. അപ്പോൾ ഒരു എതിര് ഇല്ലാത്ത, മുള്ളില്ലാത്തതായിട്ടുള്ള ഒരു തടസ്സമില്ലാത്ത ആ സന്ദർഭത്തിനെ പ്രത്യേകമായിട്ടുണ്ടാക്കി ഈ രാജദ്രത രാമനെ നാളെ രാജാവാക്കാൻ പോകണു, യുവരാജാവാക്കാൻ പോകണു. അപ്പോൾ ഈ നിന്റെ ഹിതം ആഗ്രഹിക്കുന്നതായിട്ടുള്ള അമ്മ എന്ന നിലയ്ക്ക് ഈ മന്ധര സ്വയമേവ പറയുകയാണ്, അദ്ദേഹത്തെ ഭർത്താവായിട്ട് നീ വരിച്ചു എന്നല്ലാണ്ട് നിന്റെ ഉണ്ണിയെ മടിയിലിരുത്തി ലാളിച്ചു. എന്നിട്ട് എന്തേ കാര്യം ഉണ്ടായത്? സർപ്പത്തെ പോലെ അയാൾ ശത്രുവായിട്ട് തിരിഞ്ഞു കൊത്തല്ലേ ഇപ്പം ചെയ്യണത്. നീ ഇത്രയും സ്നേഹിച്ചിട്ട് ആ രാജാവിൽ നിന്ന് നിനക്കൊരു പുത്രനുണ്ടായി, ഭരതൻ. ആ പുത്രനെ പോലും നിന്റെ പുത്രനായിട്ട് കണക്കാക്കാതെ കണ്ട്, നീയല്ലേ റാണി, അപ്പം നിന്റെ പുത്രനായിട്ട് കണക്കാക്കണ്ടേ? എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഈ മറ്റേ രാജകുമാരി അല്ലാത്ത കൗസല്യയിലുണ്ടായ പുത്രനെയാണോ സ്വീകരിക്കേണ്ടത്? അങ്ങനെയല്ല. അപ്പോൾ ആ സ്വാർത്ഥത കൊണ്ട് ഇപ്പോൾ ഇതാ എൻ്റെ മകനെ എൻ്റെ വീട്ടിലേക്ക് കേകയത്തിലേക്ക് അയച്ചു. എന്നിട്ട് ഈ സന്ദർഭം നോക്കിയിട്ട് ആ രാമനെ യുവരാജാവാക്കുകയാണ്. അത് ശരിയാണോ? അപ്പോൾ ഇത് നിന്നോടും നിന്റെ പുത്രനോടും ചെയ്തതായിട്ടുള്ള ഒരു സർപ്പഭാവമാണ്, എന്നുവെച്ചാൽ ഒരു വിപരീത മനോഗതിയാണ്. മാത്രമല്ല ഈ ചീത്തയായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. ആ ദുഷ്ടൻ എന്നും സുഖം അർഹിക്കുന്നവളായിട്ടുള്ള നിന്നെയും നിന്റെ മക്കളെയും നിന്റെ ബന്ധുക്കളെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് രാമനെ ഇവിടെ രാജാവാക്കുന്നത്. അതേപോലെ വേണ്ടത് കാണാൻ കഴിവുള്ളതായിട്ടുള്ള നീ
നീ എന്തുകൊണ്ട് ഉറക്കം നടിച്ച് കിടക്കണോ? അതല്ലെങ്കിൽ നിനക്ക് ഹിതമാകേണ്ടത് ചെയ്യാൻ എന്തുകൊണ്ട് നീ ഇങ്ങനെ വൈമനസ്യം കാണിക്കണോ? അല്ലെങ്കിൽ എന്താ കണ്ണും ചെവിയൊന്നും തുറന്നു വയ്ക്കാത്തത്? അതേപോലെ നിന്നെയും നിന്റെ മകനെയും ഒപ്പം എന്നെയും ഈ ഒരു ആപത്തിൽ നിന്നും നീ രക്ഷിക്കണമെന്നാ മന്ധരയുടെ വാക്കാണ്. മന്ധരയ്ക്ക് ഈ റാണിയുടെ സഹായി ആയിട്ട് നിൽക്കുമ്പോൾ, ആയിട്ട് നിൽക്കുമ്പോൾ കൂടുതൽ അധികാരവും കാര്യങ്ങളൊക്കെ കിട്ടും, ധനവും കാര്യങ്ങളൊക്കെ കിട്ടും. അത് റാണി അല്ലാത്ത ഭാവത്തിലായിരിക്കണം വെച്ചാൽ അതൊന്നും കിട്ടൂല. അപ്പോൾ രാമനും കൗസല്യാണ് റാണിയും രാജകുമാരനായിട്ട് ഇരിക്കുക. അപ്പോൾ ഈ കൈകേയിക്കോ ഭരതനോ മാത്രമല്ല ഈ കൈകേയിയുടെ ദാസി ആയിട്ടുള്ള മന്ധരയ്ക്കോ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെയും രക്ഷിക്കണം എന്നാ. ഇങ്ങനെ മന്ധരയുടെ വാക്കൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരത്കാലത്ത് ചന്ദ്രക്കല എന്ന പോലെ പ്രസന്നയായി ചിരിച്ചു എന്നർത്ഥം മറ്റേ കൈകേയി. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് കിടക്കുകയാണ് കൈകേയി. കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട്, കുറച്ചധികം വിസ്മയത്തോട് കൂടിയിട്ട് കൈകേയി ഒരു കഴുത്തിൽ കിടന്നതായിട്ടുള്ളൊരു മാല, അത് ഗംഭീരമായിട്ടുള്ള മാല, ചെറിയ മാലയല്ല, രത്നങ്ങളൊക്കെ ധാരാളം ധരിച്ചതായിട്ടുള്ളൊരു മാല, ഉള്ളതായിട്ടുള്ളൊരു മാല, അതെടുത്തിട്ട് ഈ മന്ധരയ്ക്ക് കൊടുത്തു. നീ ഇങ്ങനെ ഒരു വട്ടം വാക്കുകളെ പറയുന്നതായിട്ടുള്ള, വിചിത്രങ്ങളായിട്ടുള്ള വാക്കുകളെ പറയുന്നതായിട്ടുള്ള കേമത്തിയായിട്ടുള്ളൊരു ദാസി തന്നെയാണ്. എന്നിട്ട് മന്ധരയെ, നീ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സന്തോഷത്തെ തരുന്ന വാർത്തയാണ്. നിനക്ക് ഇനിയും ഞാൻ എന്താ തരേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ ആവശ്യപ്പെട്ടുള്ളത് അതൊക്കെ തരാം. എനിക്ക് രാമനും ഭരതനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. രാമൻ എൻ്റെ പുത്രനാണ്. അതുകൊണ്ട് രാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് എന്താ ഉള്ളത്? രാമനെ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരാളെങ്കിലും ഈ ഭൂമിയിൽ അല്ല ഈ പ്രപഞ്ചത്തിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനൊരു വാർത്ത നീ പറഞ്ഞില്ലേ, എനിക്കിതാ എൻ്റെ ഏറ്റവും നല്ലതായിട്ടുള്ള ഈ മാല എന്ന് തിരിക്കട്ടെ. ഇനി എന്താ എനിക്ക് വേണ്ടേ? അതേപോലെ പ്രിയതരമായിട്ടുള്ള അമൃത പൊഴിയുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള വാക്കുകൾ ഇനി എനിക്ക് വേറെ കേൾക്കാനില്ല. അത്രയും നല്ല വാർത്തയാണ് നീ പറഞ്ഞത്. അതുകൊണ്ട് നിനക്ക് കൂടുതൽ പ്രിയമുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് പറഞ്ഞോളൂ. അപ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യം പറയുമെന്നുള്ള മന്ധര സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ സാമാന്യേന ഒരു ശുദ്ധഹൃദയാണ് കൈകേയി എന്നവിടെ വരുന്നുണ്ട്. ഈ സരസ്വതി അതിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ദേവകാര്യം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവേശിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കൈകേയി സ്വതവേ നല്ലവളാണ്. ഇനി അതിൻ്റെ കാര്യം പറയാൻ പോകുന്നത് എങ്ങനെയാ വെച്ചാൽ, ഈ ദേവാസുര യുദ്ധത്തിൽ ഈ ദശരഥ രാജാവ് കൈകേയും കൊണ്ടിട്ട് യുദ്ധത്തിന് പോണ സമയത്ത് ചക്രത്തിൻ്റെ ആണി ഊരിപ്പോയി എന്നും ആ ആണി ഇടേണ്ട സ്ഥലത്ത് കൈകേയിയുടെ ചെറുവിരൽ ഇട്ടിട്ട് യുദ്ധം കഴിയണതുവരെ വേദന സഹിച്ചുകൊണ്ട് രാജാവിനെ രക്ഷിച്ചു എന്നും, ചക്രം ഊരിപ്പോരാതെ കണ്ട് കാത്തു. അത് യുദ്ധം കഴിഞ്ഞ സമയത്ത് രാജാവ് കണ്ടു, എന്താ കൈകേയി കൈ മുറിഞ്ഞെടുക്കണത് ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കൈകേയിക്ക് ഈ സാത്വിക ഭാവം ഉണ്ടായതുകൊണ്ടും ക്ഷാത്ര തേജസ് ഉണ്ടായതുകൊണ്ട്, രജോ ഗുണം ഉണ്ടായതുകൊണ്ടാണ് ആ സമയത്ത് ഈ വിരൽ അതിന് കേടുവന്നാലും വിരോധമില്ല എന്ന് വിചാരിച്ച് അവിടെ ഇടാനുള്ള കാരണം, അങ്ങനെ രാജാവിനെ രക്ഷിക്കാനുള്ള കാരണം. അപ്പോൾ സ്വതേ തൻ്റെ പ്രാണൻ കളഞ്ഞിട്ടും രാജാവിനെ രക്ഷിക്കുക എന്ന ധർമ്മബോധമൊക്കെ ഉണ്ട് ഈ കൈകേയിക്ക്. അപ്പോൾ സാത്വിക തന്നെയാണ്, രജോ ഗുണം ഉണ്ടെന്നല്ലോണം, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ മന്ധരമാർ വന്നാൽ കൈകേയി ആയാലും കുടുങ്ങും. കാരണം അവിടെ ഈ ദുർബലർ ആവും സാത്വികരൊക്കെ. അപ്പോൾ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ്. മറ്റുള്ളവർ പറയുന്നത് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ്. അതൊരു സാത്വിക ഭാവമാണ്. ബ്രാഹ്മണരുടെ ലക്ഷണം അതാണല്ലോ പറയുക. ബ്രാഹ്മണരെ വഞ്ചിക്കാൻ വളരെ എളുപ്പമാണ്. വഞ്ചിച്ചവരൊക്കെ കുടുങ്ങും എന്നുള്ളത് വേറൊരു വശമാണ്. അതിപ്പോൾ ഈ കലികാലത്തിൽ അത്ര അറിയില്ല. എപ്പോഴത് കുടുങ്ങാൻ ചോദിച്ചാൽ ശരിയാ, പിന്നെ വലിയ കഷ്ടമാണ്. അപ്പോൾ കൈകേയിക്കും ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ അവസ്ഥ വന്നത്. കൈകേയും കുടുങ്ങാൻ പോവുകയാണ്, അതേപോലെ മന്ധരയും കുടുങ്ങാൻ പോവുകയാണ്. പക്ഷേ ഈ കൈകേയി ഇത് അറിയാതെ കണ്ട് ഇപ്രകാരത്തിലൊക്കെ അതിനെ അഭിനന്ദിച്ചു. അപ്പോൾ കൈകേയിയുടെ സ്വഭാവം അവിടെ നന്ന് എന്നുള്ളത് വാൽമീകി ആദ്യമേ തന്നെ നമുക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെയുള്ള അതേപോലെ തന്നെ ഒടുക്കം കൈകേയിയെ രാമൻ ആശ്വസിപ്പിക്കുന്ന രംഗവും ഇതേപോലെയാണ്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് വലിയൊരു ത്യാഗമാണ് ചെയ്തത്. കാരണം അമ്മ ഈ
വിചാരം കൊണ്ട്, അല്ലെങ്കിൽ ഭരതനെ രാജാവാക്കണമെന്ന ഒരു ആഗ്രഹത്തെ കൊണ്ട് ഇങ്ങനെ അഭിഷേക വിഘ്നം നടത്തിയിട്ടില്ല വെച്ചാൽ ഞാൻ എങ്ങനെയാ ഈ രാവണനെ വധിക്കുക, രാക്ഷസകുലത്തെ നശിപ്പിക്കുക, ഭൂഭാരത്തെ എങ്ങനെയാ ഹരിക്കുക? അപ്പം അമ്മ എനിക്ക് വേണ്ടി ചെയ്ത വലിയൊരു ത്യാഗമാണ്. ഈ കൊട്ടാര സുഖവാസം മുഴുവൻ അമ്മയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നില്ലേ? ഭർത്താവ് മരിച്ചു പോയില്ലേ? അത് അമ്മ കാരണം കൊണ്ടാണ് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞില്ലേ? അപഖ്യാതി സ്വീകരിക്കേണ്ടി വന്നില്ലേ? കൈകേയിയുടെ പിന്നത്തെ ജന്മം പറഞ്ഞിട്ടില്ല. അപ്പോൾ കൈകേയി മുക്തയായി എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. കൗസല്യയ്ക്ക് വീണ്ടും ജന്മമുണ്ട്. അതാണ് ഈ ദേവകിയായിട്ട് വന്നത്. അപ്പോൾ കൈകേയിക്ക് മുക്തി കൊടുക്കുകയാണ് ഉണ്ടായത് ഭഗവാൻ. നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വതേ ചിന്തിക്കണം. ഈ വേഷം കെട്ടിക്കഴിഞ്ഞാൽ ആ വേഷം ഭംഗിയായിട്ട് ചെയ്യണം, ആടണമെന്ന് സാരം. അപ്പോൾ അതേ കൈകേയി അവിടെ ചെയ്തിട്ടുള്ളൂ. കൈകേയിയോട് വിരോധം തോന്നേണ്ട കാര്യമില്ല. കൈകേയിയുടെ ആ പ്രവൃത്തിയെ നമ്മൾ അനുകരിക്കുകയോ അല്ലെങ്കിൽ അത് ശരി എന്ന് പറയുകയോ ചെയ്യാൻ പാടില്ല. പക്ഷേ കൈകേയി ആ കാര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം ഭരതൻ്റെ ഈ ഒരു അഭിപ്രായം കൂടി, അമ്മയുടെ മകനായിട്ട് ഞാൻ ജനിച്ചുവല്ലോ, ഞാനതിൽ ഇപ്പോൾ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ ഭരതൻ്റെ ആ വാക്കും അഭിപ്രായവും കേട്ടതോട് കൂടിയിട്ട് ഭർത്താവിൻ്റെ മരണം, അതേപോലെ എതിർക്കേണ്ടതായിട്ടുള്ള രാമൻ സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറുന്നതും ഭരതനെയും വീണ്ടും അമ്മയുടെ പുത്രൻ എന്ന നിലയ്ക്ക് സ്നേഹവാനാക്കിയതും ഒക്കെ കൈകേയിയിൽ വലിയ മാറ്റമാണ്. പിന്നെ കൈകേയി രാമായണം അത്രേ കാണിക്കണില്ല. കൈകേയി കുറച്ചൊരു ഉള്ളിലേക്ക് ഒതുങ്ങി എന്നതാണ്. അപ്പോൾ ഈ ഇതുവരെയുള്ള കൈകേയും ഇതിനങ്ങോട്ടുള്ള കൈകേയും നമ്മുടെ മനസ്സിൽ ധാരാളമായിട്ട് വരണു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ കൈകേയി കഥാപാത്രമായിട്ടുള്ളൂ. കൈകേയി പിന്നീട് മുക്തയാണ്. അപ്പോൾ ന്യായീകരിക്കുകയാണോ വേണ്ടത്, അതുപോലെ നാം ഇനി പെരുമാറരുത് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണോ? അങ്ങനെ പെരുമാറിയാലും മുക്തി കിട്ടുമെന്നൊന്നും വ്യാഖ്യാനിക്കരുത്, അത് തെറ്റുമാണ്. ഇത് ദേവഹിതമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രാമായണത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമുണ്ട്. ഇതിൽ ഏറ്റവും തമാശ എന്താ വെച്ചാൽ ഇതൊന്നും ആരും കേൾക്കണില്ല. 4 ആളോ 10 ആളിലോ താഴെ മാത്രമേ കേൾക്കണുള്ളൂ. അപ്പോൾ അതിലെന്തോ ഒരു കാപട്യമുണ്ട്. കാരണം ഇത് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. എല്ലാവരും കേൾക്കണമെന്നും ഇത് ഷെയർ ചെയ്യണമെന്നും വിനീതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ 7ാമത്തെ സർഗവും നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 8ാമത്തെ സർഗത്തിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അഭിഷേക വിഘ്നാദി കാര്യങ്ങൾക്ക് മറ്റേ കൈകേയി ദശരഥനോട് പറയുന്ന കാര്യങ്ങളൊക്കെ വിസ്തരിച്ചാണ് പറയണത്. വാൽമീകി രാമായണം വളരെ വിസ്തരിച്ചാണ്. എഴുത്തച്ഛൻ്റെ രാമായണം പോലെയോ അല്ലെങ്കിൽ അധ്യാത്മ രാമായണം പോലെയല്ല. നമുക്കത് കേൾക്കാം. സർവത്ര ശ്രീരാമനാമ കീർത്തനം. ജയ ജയ രാമ രാമ ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമഃ.